മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി. ഭാഷാ സമ്പർക്കം പോലെ സംസ്കാരങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഏറ്റവും രുചികരമായ തലമാണ് ഭക്ഷണത്തിൻ്റേത്. മറ്റൊരു ദേശത്തേക്ക് കുടിയേറുമ്പോഴോ പ്രവാസിയായി തുടരേണ്ടി വരുമ്പോഴോ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴോ അവരുടെ ഭാഷ മാത്രമല്ല ഭക്ഷണവും ജീവിതരീതികളും സമ്പർക്കപ്പെടുന്നുണ്ട്. തനത് വിളവുകൾ എന്ന നിലയിൽ നാം കരുതുന്ന പപ്പായ, കപ്പ, കശുവണ്ടി, പൈനാപ്പിൾ, പേരയ്ക്ക മുതലായവ വൈദേശിക സംസർഗത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ എത്തിച്ചേർന്നത്. അതോടൊപ്പം ഒരു ദേശത്തെ രുചിക്കൂട്ടുകൾ മറ്റൊരു നാട്ടിലെ പാചക രീതികളുമായി ചേർന്ന് പുതിയൊരു ഭക്ഷണ സംസ്കാരം രൂപമെടുക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യകാല കുടിയേറ്റക്കാരായ യഹൂദരുടെ ആഘോഷവേളകളിലും പെരുന്നാളുകളിലും തയ്യാറാക്കുന്ന പ്രതീകാത്മക ഭക്ഷണങ്ങളിൽ കേരളീയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും ഭക്ഷണരീതിയുടെ ഇടകലർപ്പും കാണാനാകും. യഹൂദർ ഭക്ഷണ കാര്യങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ പുലർത്തിയിരുന്നത് പെസഹ പെരുന്നാളിനാണ്. പെസഹ പെരുന്നാൾ ദിനത്തിലെ പ്രത്യേകത പുളിപ്പില്ലാത്ത അപ്പം അഥവാ പെസഹാപ്പം തയ്യാറാക്കലാണ്. തേങ്ങ ചുരണ്ടിയത്, ഉഴുന്ന്, അരി, വെളുത്തുള്ളി, ജീരകം മുതലായവയാണ് ഇതിൻ്റെ ചേരുവകൾ. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിലും ചിലയിടങ്ങളിൽ പെസഹാ ദിനത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കാറുണ്ട്. പുളിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വിഭവം തയ്യാറാക്കുന്നത്. തേങ്ങയും കറിവേപ്പിലയും മഞ്ഞളും ചേർന്ന കേരളീയ വിഭവങ്ങളിൽ നിന്നും ചുട്ടുളിമീൻ, രസായ പുലാവ്, പോങ്ങലം, അരിക്രാക്കൽ, ചുരുളപ്പം, ചീപ്പപ്പം, പന്നകം പോലുള്ള വിഭവങ്ങൾ യഹൂദർക്കുണ്ടായിരുന്നു. ശാബോത്ത് പെരുന്നാളിനെ ചുക്കുണ്ട പെരുന്നാൾ എന്ന് മലയാളീകരിച്ച് വിളിക്കുന്നത് കേരളത്തിലെ ജൂതന്മാരുടെ മാത്രം പ്രത്യേകതയായിരുന്നു. കഠിന വ്രതത്തിന് ശേഷം കഴിക്കുന്ന ചുക്കും ശർക്കരയും ചേർത്ത പലഹാരത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. എള്ള് സമൃദ്ധിയുടെ പ്രതീകമായി കാണുന്നതിനാൽ വിവാഹം ഉടമ്പടി ചെയ്യുന്ന ദിവസം വധുവിൻ്റെ വീട്ടുകാർ എള്ളുകൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കിക്കൊണ്ടുവരിക ജൂതർക്കിടയിലെ പതിവായിരുന്നു. കൊച്ചിയിലെ യഹൂദരുടെ വിവാഹ സത്കാരങ്ങൾക്ക് മലബാറിൽ പ്രിയങ്കരമായ മുട്ടമാല എന്നറിയപ്പെടുന്ന മുട്ടസാലതെ പ്രധാന വിഭവമായി കരുതുന്നു. 1870 തലശ്ശേരിയിൽ നിന്നും പുറത്തിറങ്ങിയ പാചകക്കുറിപ്പ് ഗ്രന്ഥത്തിൽ മുട്ടമാല പ്രതിപാദിക്കുന്നുണ്ട്. 1840 കൊച്ചി സന്ദർശിച്ച സ്പാനിഷ് കച്ചവടക്കാരനായ സ്ലോമോ റൈൻമാൻ പാസ്തേൽ എന്ന വിഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അരിമാവും മുട്ടയും കൊണ്ടുണ്ടാക്കിയ കടത്തല എന്ന നേർത്ത അപ്പം കടത്തല പാസ്തേൽ എന്നറിയപ്പെടുന്നു. കൊച്ചിയിലെ യഹൂദർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ഈ വിഭവം. അപ്പം എന്ന വാക്ക് സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. എങ്കിലും തേങ്ങാപ്പാലിൻ്റെയും പുളിപ്പിക്കൽ വസ്തുവിൻ്റെയും ചേർച്ചയിലൂടെയുള്ള വെള്ളയപ്പം യഹൂദ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നതാണ്. മധ്യേഷ്യയിൽ നിന്നെത്തിയ ബിരിയാണി കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുമായി ചേർന്ന് മലബാറി ബിരിയാണി എന്ന് പേര് നേടിയതുപോലെ പാചകലോകം സമ്പർക്കത്തിൻ്റെ വലിയൊരു സാധ്യത ചേർത്തുവെക്കുന്ന ഭാഷാ മേഖല കൂടിയാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും